ഓം ശാന്തി. ഒരിക്കൽ പ്രസിദ്ധ ചിത്രകാരനായിരിക്കുന്ന പിക്കാസോ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. ഇൻ ബിറ്റ്വീനിൽ അദ്ദേഹം കുറച്ച് സമയം ഗ്രാമഭംഗി ആസ്വദിക്കാൻ വേണ്ടി വഴികളിലൂടെ നടക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു സ്ത്രീ പിക്കാസോയെ കണ്ടു. ഇത് ഇത്രയും മഹാനായ ചിത്രകാരനായ പിക്കാസോ ആണല്ലോ നടന്നു പോകുന്നത് എന്ന് ആ സ്ത്രീ കണ്ട് മനസ്സിലാക്കി ഓടിച്ചെന്നു. പറയുകയാണ്, അങ്ങയ്ക്ക് എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ ഇത്രയും മഹാനായിട്ടുള്ളൊരു വ്യക്തിത്വത്തെ ഒരുപാട് കാണാൻ കൊതിച്ചിരുന്നു. ഇന്ന് എൻ്റെ മുന്നിൽ നേരിട്ട് ആ രൂപത്തെ കണ്ടപ്പോൾ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ സന്തോഷത്തെ ആ സ്ത്രീ പൂർണ്ണമായിട്ടും പ്രകടമാക്കി. ഇതൊക്കെ കേട്ടപ്പോൾ പിക്കാസോ അവരോട് താങ്ക്സ് പറഞ്ഞു. ആ സ്ത്രീ പറയുകയാണ്, ഇത്രയും ഒരു നല്ല മീറ്റിംഗ് ഇങ്ങനൊരു മഹാൻ വ്യക്തിയുമായിട്ട് എനിക്ക് ഉണ്ടാവുമ്പോൾ അതിൻ്റെ സ്മരണയ്ക്കായിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ പിക്കാസോ പറയും, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ നിങ്ങളെ കാണുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരും എന്നോ ഒന്നും വിചാരിച്ച് വന്നതല്ല, ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്, ഒരു സാധനവും ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ സ്ത്രീ പറയും, അങ്ങനെ പറയരുത്, എന്തെങ്കിലും ഒരു സാധനം എന്ത് തന്നാലും ഞാൻ അതിന് അത്രയും അമൂല്യമായി കണക്കാക്കും, എന്തെങ്കിലും ഒരു സാധനം എനിക്ക് തരണം, ഈ ഒരു മീറ്റിങ്ങിൻ്റെ സ്മരണ എനിക്ക് നിലനിർത്താമെന്ന് പറയും. അപ്പോൾ പിക്കാസോ നോക്കുമ്പോൾ തൊട്ടടുത്തൊരു ഷോപ്പിൽ പേപ്പറൊക്കെ ബുക്സൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അവിടുന്ന് ഒരു പേപ്പറും പെന്നും വാങ്ങിച്ചു. അദ്ദേഹം ഒരു 30 സെക്കൻഡിനുള്ളൊരു പെയിൻറ്റിങ് ഉണ്ടാക്കി അത് ആ സ്ത്രീക്ക് ഗിഫ്റ്റ് കൊടുത്ത് പറഞ്ഞു, ഇത് നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് ഇരിക്കട്ടെ, ഇതൊരു $1 മില്യൺ വിലയുള്ളതായിട്ടുള്ള ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞു. പെയിൻറ്റിങ് കിട്ടി. ആ സ്ത്രീ പൂർണ്ണമായിട്ട് സന്തോഷവതിയാണ്. പക്ഷേ വീട്ടിലെത്തിയ ശേഷം വീണ്ടും ചിന്തിക്കുകയാണ്, അദ്ദേഹം എന്താ എന്നോട് പറഞ്ഞത്, $1 മില്യൺ വിലയുള്ള പെയിൻറ്റിങ് എന്നോ? 30 സെക്കൻഡ് പോലും എടുക്കാതെ ഒരു പേപ്പറിൽ ഒന്ന് വരച്ചിങ്ങ് തന്നിട്ട് ഇതിന് $1 മില്യൺ വില എവിടെ നിന്ന് ഉണ്ടാവാനാണ്? അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം ആ സ്ത്രീ അവിടെ ഉള്ളതായിട്ടുള്ള അതിൻ്റെ മൂല്യം അറിയുന്ന ഒരാളെടുത്ത് കൊണ്ടുപോയി ചോദിക്കുക, ഈ പെയിൻറ്റിങ്ങിന് എത്ര വില വരും? അപ്പോൾ അദ്ദേഹം പറയും, അയ്യോ, ഇത് തീർച്ചയായിട്ടും $1 മില്യൺ വില ഇതിന് തരാൻ സാധിക്കും, അത്രയും അമൂല്യമായിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്, ഇത് പിക്കാസോൻ്റെ പെയിൻറ്റിംഗ് ആണ്, അതിൻ്റെ മഹത്വം ഇങ്ങനെ പറയാൻ തുടങ്ങി. ആ സ്ത്രീക്ക് മനസ്സിലായി 30 സെക്കൻഡ് കൊണ്ട് അദ്ദേഹം ഒരു $1 മില്യൺ പെയിൻറ്റിംഗ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിശ്വസനീയമായി തോന്നി. അത് കൊണ്ടുവന്നു. അമൂല്യമായ ചിത്രം എടുത്തു വെച്ച ശേഷം തിരയുകയാണ്, അന്വേഷിക്കുകയാണ് നെക്സ്റ്റ് പിക്കാസോനെ എവിടെ പോയി കണ്ടെത്താൻ സാധിക്കും. അടുത്തതായിട്ട് പിക്കാസോൻ്റെ പ്രോഗ്രാം ഉള്ളതായിട്ടുള്ള സ്ഥലം മനസ്സിലാക്കി അറിഞ്ഞു. അവിടെ പോയിട്ട് ആ സ്ത്രീ പിക്കാസോൻ്റെ അടുത്ത് പോവും. എന്നിട്ട് വീണ്ടും പോയിട്ട് കണ്ടിട്ട് പറയും, എന്നെ ഓർക്കുന്നുണ്ടോ? അപ്പോൾ പിക്കാസോ, ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ ഇന്നലെ അവിടെ വെച്ച് കണ്ട ലേഡിയല്ലേ എന്ന് പറയും. അപ്പോൾ പറയും, അതെ, എനിക്ക് ഉറപ്പായും മനസ്സിലായി കേട്ടോ, അങ്ങ് എനിക്ക് തന്നതായിട്ടുള്ള ആ ഒരു പെയിൻറ്റിങ് $1 മില്യൺ പെയിൻറ്റിംഗ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ആ നന്ദി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ വരെ വന്നതാണെന്ന് പറയും. അപ്പോൾ പിക്കാസോ പിന്നെയും പറയും, ഓക്കെ താങ്ക്സ്, സന്തോഷമായി, നിങ്ങൾക്കത് ഹാപ്പി ആയല്ലോ, അത് മതി എനിക്കെന്ന് പറയാം ആയിട്ടില്ല, ഒരു കാര്യം എനിക്ക് അങ്ങയിൽ നിന്ന് കിട്ടിയേ പറ്റൂ. അപ്പോൾ പിക്കാസോ പറയും, ഇനി എന്താണ് ആവശ്യം? അപ്പോൾ പറയും, 30 സെക്കൻഡ് കൊണ്ട് $1 മില്യൺ പെയിൻറ്റിംഗ് ഉണ്ടാക്കാനുള്ളതായിരിക്കുന്ന ആ വിദ്യ അങ്ങ് എന്നെ പഠിപ്പിച്ച് തന്നേ പറ്റൂ എന്ന്. അപ്പോൾ പിക്കാസോ ചിരിച്ചുകൊണ്ട് പറയും, തീർച്ചയായിട്ടും, പക്ഷേ ആ 30 സെക്കൻഡ് കൊണ്ട് വരയ്ക്കാനുള്ളതായിട്ടുള്ള പെയിൻറ്റിങ്ങിനുള്ളതായിട്ടുള്ള കല ഞാൻ 30 വർഷം കൊണ്ട് സ്വന്താക്കിയതാണ്. 30 വർഷം നിങ്ങളും അതിനു വേണ്ടി കൊടുക്കൂ, എന്നാൽ തീർച്ചയായിട്ടും 30 സെക്കൻഡിൽ $1 മില്യൺ പെയിൻറ്റിംഗ് ഉണ്ടാക്കാൻ നിങ്ങൾക്കും സാധിക്കുന്നതാണ് എന്ന്. ജീവിതത്തിൽ വിജയികളായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ, അവരുടെ വിജയത്തിൻ്റെ ഹൈറ്റ്സ് കാണുമ്പോൾ, ഓ, അവരെല്ലാം ഇത്ര ഹൈറ്റ്സിലെത്തിയവരാണ്, അവരതിനായി ജനിച്ചവരാണ്, അവർക്ക് ഇന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നേടിയതാണ്, അവരങ്ങനെയാണ്, അവരിങ്ങനെയാണെന്ന് പറയും മുന്നേ ആ ഒരു വിജയത്തിൻ്റെ ആ ഒരു ഉച്ചകോടിയിലെത്താൻ, ഉയർന്ന പദവിയിൽ എത്തിച്ചേരാൻ അവർ ചെലവഴിച്ചതായിരിക്കുന്ന ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു ലോങ് പീരിയഡ് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും. ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഒരു പീരീഡിന് ശേഷമാണ് ഒരു ഹൈറ്റ്സിൻ്റെ വെളിച്ചത്തിൽ അവർ നിൽക്കുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് ആ വെളിച്ചം കാണുമ്പോൾ, ആ ഒരു വെളിച്ചം കണ്ടിട്ട് എനിക്ക് അത് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, അവർ നടന്നു കയറിയ പടികളിലൂടെ നടക്കാനുള്ള മനസാന്നിധ്യം നമുക്കുണ്ടെങ്കിൽ ആർക്കും ഈ ലോകത്ത് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ നിരന്തരമായിട്ടുള്ള കഠിനാധ്വാനത്തിന് വേണ്ടി ഡേ ബൈ ഡേ ഇന്നലത്തേക്കാൾ എത്ര ശതമാനം ഇന്ന് ഞാൻ എന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇന്നലത്തേക്കാൾ എത്ര ശതമാനം ക്വാളിറ്റി ഞാൻ എൻ്റെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അവനവനോട് മത്സരിക്കാനുള്ള മനോഭാവം, നമ്മുടെ സമയത്തെ ഏറ്റവും അമൂല്യമായിരിക്കുന്ന നിധിനെ അതിന് നിധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കാനുള്ളതായിരിക്കുന്ന മനോഭാവം, പഠിക്കാനുള്ള സ്വഭാവം, എനിക്ക് ചെയ്ത് കാണിക്കണം, അല്ലാതെ ഞാൻ പറയുന്ന ആളല്ല എന്നുള്ളതായിട്ടുള്ള മനോഭാവം
മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഈ 4 കാര്യങ്ങളെയും ലൈഫിൽ നിങ്ങൾക്ക് സമന്വയിപ്പിക്കാമെങ്കിൽ ഏത് ഹൈറ്റ്സും അച്ചീവ് ചെയ്യാൻ മനുഷ്യന് പറ്റും. കാരണം ഈശ്വരൻ തൻ്റെ രചന എല്ലാ ജീവികൾക്കും മനസ്സ്, ബുദ്ധി, സംസ്കാരമാകുന്ന വിശേഷതകളെ വരദാനമായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ വിശേഷതകളെ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും ജീവിതത്തിൽ ഏറ്റവും നല്ല ഉന്നതമായ അവസ്ഥയിൽ എത്താൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.